ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ അൽഫാം ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ക്ലീൻ ചെയ്ത 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരി, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവാള കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂണോളം ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇതിലെടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ 2 നാരങ്ങയുടെ നീരാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത്. ആ മിക്സ് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ചിക്കൻ്റെ പീസ് ആ ബൗളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ചതയ്ക്കോ വരയോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ ആദ്യം അരച്ച് വെച്ച ആ മിക്സ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി ഒരു 4 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മിക്സൊക്കെ ഒന്ന് നല്ലോണം അതുമായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ചൂടാക്കണ സൈഡിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിലൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നിരത്തിയിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. എയർ ഫ്രയറിൽ വെക്കുമ്പോൾ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 45 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇടുക. 200 ഡിഗ്രിയിലാണ് 45 മിനിറ്റ് ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ അതൊന്ന് ഈ 45 മിനിറ്റിൻ്റെ പകുതി ഏകദേശം ഒരു 24 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളതൊന്ന് നിർത്തി വിടാം. അത് കഴിഞ്ഞ് പിന്നീട് കയറ്റി വെക്കുമ്പോൾ ബാക്കിയത്തെ ടൈമർ തന്നെ ഓൺ ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് 200 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 24 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഓഫ് ചെയ്തിട്ട് നോക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ മേൽവശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയിൽ ഒന്നും കൂടി വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പൊളിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നല്ല രീതിക്കൊന്ന് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടിയും വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 24 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 200 ഡിഗ്രിയിൽ ബാക്കിയത്തെ 45 ഡിഗ്രി വരെ ആവാനുള്ള ബാക്കിയുള്ള ടൈമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക്
നിർത്താനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. 1-ലാണ്. ഇനി 1 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 200 ഡിഗ്രിയിൽ 45 മിനിറ്റ് ഇട്ട് എയർ ഫ്രയറിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല കറക്റ്റ് വേവിന് അൽഫാം കിട്ടും. അപ്പോൾ ഇതൊന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.